എല്ലാവർക്കും ഫനാസ് അക്കാഡമി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സ്കൂൾ ടെക്സ്റ്റിൻ്റെ ക്ലാസ്സാണ്. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസും ബേസിക് സയൻസും എടുത്തു കഴിഞ്ഞു. ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാ ക്ലാസ്സുകളും കൃത്യമായി കാണുക. എക്സാമിൻ്റെ ഡേറ്റ് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് അധികം സമയമില്ല. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഇനിയുള്ള ഓരോ ദിവസവും വളരെ വിലപ്പെട്ടതാണ്. ഒരു നിമിഷം പോലും കളയാതെ നല്ല രീതിയിൽ പഠിക്കുക. ഹാർഡ് വർക്ക് ചെയ്താൽ ഉറപ്പായും നമുക്ക് ജോലി എന്ന സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. എല്ലാവരും ക്ലാസ്സുകൾ കാണുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും കൃത്യമായി കണ്ട് നല്ല രീതിയിൽ പഠിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 7ാമത്തെ ചാപ്റ്റർ ആണ്. ആകർഷിച്ചും വികർഷിച്ചും കാന്തങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. കുറച്ച് വസ്തുക്കളുടെ പേരുകൾ നൽകിയിട്ട് ഏതൊക്കെ വസ്തുക്കളെയാണ് കാന്തം ആകർഷിക്കുന്നത്, ഏതൊക്കെയാണ് കാന്തം ആകർഷിക്കാത്തത് എന്ന് എഴുതാനാണ് ആദ്യമായി തന്നിരിക്കുന്നത്. ഇത് നമുക്ക് അറിയാവുന്നതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഇതിൽ ഏതൊക്കെയാണ് കാന്തം ആകർഷിക്കുന്നത്? മൊട്ടുസൂചി, ബ്ലേഡ്, സേഫ്റ്റി പിൻ, ഇരുമ്പാണി, വിജാഗിരി, വിവിധ നാണയങ്ങൾ, സ്ക്രൂ ഡ്രൈവർ, കോമ്പസ്, ജെം ക്ലിപ്പ്. കാന്തം ആകർഷിക്കാത്ത വസ്തുക്കൾ ഏതൊക്കെയാണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രം, അലൂമിനിയം കമ്പി, ചെമ്പ് കമ്പി, പേന, റബ്ബർ, ചില്ല്, സ്പൂണ്, പ്ലാസ്റ്റിക്. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ കാന്തിക വസ്തുക്കൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്നും, കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളെ അകാന്തിക വസ്തുക്കൾ അല്ലെങ്കിൽ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്നും പറയുന്നു. ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, ഉരുക്ക് എന്നിവ കാന്തിക വസ്തുക്കളാണ്. കാന്തിക വസ്തുക്കൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, ഉരുക്ക്. പ്രകൃതിദത്തമായ കാന്തം കണ്ടെത്തിയത് ആരാണ്? ഗ്രീക്കുകാരനായ മാഗ്നസ് എന്ന ആട്ടിടയനാണ്. പ്രകൃതിയിൽ കാണപ്പെടുന്ന കാന്തങ്ങൾ ഏതാണ്? ലോഡ് സ്റ്റോൺ ആണ്. പ്രകൃതിയിൽ കാണപ്പെടുന്ന കാന്തങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ലോഡ് സ്റ്റോൺ എന്നാണ്. ലോഡ് സ്റ്റോണിനെ ഗ്രീക്കുകാർ വിളിച്ചു വന്നത് മാഗ്നറ്റൈറ്റ് എന്നാണ്. ലോഡ് സ്റ്റോണിനെ ഗ്രീക്കുകാർ എങ്ങനെയാണ് വിളിച്ചത്? മാഗ്നറ്റൈറ്റ്. ഇരുമ്പ്, ഉരുക്ക് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കാന്തങ്ങളാണ് കൃത്രിമ കാന്തങ്ങൾ. എന്താണ് കൃത്രിമ കാന്തങ്ങൾ? ഇരുമ്പ്, ഉരുക്ക് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കാന്തങ്ങളാണ് കൃത്രിമ കാന്തങ്ങൾ. വിവിധ തരത്തിലുള്ള കാന്തങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ബാർ കാന്തം, യു കാന്തം, ഡിസ്ക് കാന്തം, റിംഗ് കാന്തം, ആർക്ക് കാന്തം, സിലിണ്ട്രിക്കൽ കാന്തം. ലോഹസങ്കരങ്ങൾ ഉപയോഗിച്ച് കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാറുണ്ട്. കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലോഹസങ്കരമാണ് അൽനിക്കോ. കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലോഹസങ്കരമാണ് അൽനിക്കോ. ഇരുമ്പ്, അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നീ ലോഹങ്ങൾ ചേർത്തുണ്ടാക്കുന്നതാണ് അൽനിക്കോ. അൽനിക്കോ ഉണ്ടാക്കിയിരിക്കുന്നത് ഏതെല്ലാം ലോഹങ്ങൾ ചേർത്താണ്? ഇരുമ്പ്, അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്. അൽനിക്കോയെക്കുറിച്ച് PSC പരീക്ഷകൾക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിയോഡിമിയം, സമേറിയം തുടങ്ങിയ പദാർത്ഥങ്ങളും കാന്തം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു. കാന്തം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന മറ്റു പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? നിയോഡിമിയം, സമേറിയം. കാന്തങ്ങൾ എവിടെയെല്ലാം ഉപയോഗിക്കുന്നുണ്ട്? TV, റേഡിയോ, മൈക്ക് സെറ്റ് തുടങ്ങിയവയിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന സ്പീക്കറുകളിൽ കാന്തം ഉപയോഗിക്കുന്നു. അതുപോലെ മൊബൈൽ ഫോണിലും ഹെഡ്ഫോണിലും എല്ലാം എന്തുണ്ട്? കാന്തമുണ്ട്. സ്പീക്കറിൽ ഉപയോഗിക്കുന്നത് ഏത് തരം കാന്തമാണ്? റിംഗ് കാന്തമാണ്. ഉപകരണത്തിന്റെ പ്രത്യേകതകൾക്കനുസരിച്ച് അതിലുപയോഗിക്കുന്ന കാന്തത്തിന്റെ ആകൃതിയും വലിപ്പവും വ്യത്യാസപ്പെട്ടിരിക്കും. മിനി മോട്ടോറിന്റെ പ്രവർത്തനത്തിന് യോജിച്ച കാന്തങ്ങൾ ഏതാണ്? ചാപരൂപത്തിലുള്ള കാന്തം അല്ലെങ്കിൽ ആർക്ക് കാന്തങ്ങളോ റിംഗ് ട്യൂബ് കാന്തങ്ങളോ ആണ്. മിനി മോട്ടോറിൽ ഉപയോഗിക്കുന്ന കാന്തങ്ങൾ ഏതാണ്? ചാപരൂപത്തിലുള്ള കാന്തങ്ങളോ റിംഗ് ട്യൂബ് കാന്തങ്ങളോ ആണ്. കാന്തങ്ങളുടെ ആകർഷണ ശക്തി എല്ലാ ഭാഗത്തും ഒരുപോലെയല്ല. കാന്തത്തിന്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്നത് അഗ്രഭാഗങ്ങളിലാണ്. കാന്തത്തിന്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന അഗ്രഭാഗങ്ങളെ കാന്തിക ധ്രുവങ്ങൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് പോൾസ് എന്ന് പറയുന്നു. എന്താണ് കാന്തിക ധ്രുവങ്ങൾ? കാന്തത്തിന്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന അഗ്രഭാഗങ്ങളെ കാന്തിക ധ്രുവങ്ങൾ എന്ന് പറയുന്നു. എല്ലാ കാന്തങ്ങൾക്കും ധ്രുവങ്ങളുണ്ട്. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ തെക്കുവടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നു. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ ഏത് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തെക്കുവടക്ക് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാന്തങ്ങൾ തെക്കുവടക്ക് ദിശയിൽ നിൽക്കുന്നത് നാം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണ്? കപ്പൽ യാത്രക്കാർക്ക് ദിശ മനസ്സിലാക്കുന്നതിന്, കാടിനുള്ളിൽ ദിശ മനസ്സിലാക്കുന്നതിന്. കാന്തങ്ങൾ പരസ്പരം ആകർഷിക്കും.
കാന്തത്തിൻ്റെ ഒരേതരം ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങൾ എന്നും വ്യത്യസ്തതരം ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങൾ എന്നും പറയുന്നു. കാന്തങ്ങളുടെ ഒരേതരം ധ്രുവങ്ങൾ അല്ലെങ്കിൽ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തതരം ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. കാന്തത്തിൻ്റെ ധ്രുവത്തിനോടടുത്ത ഭാഗങ്ങളിൽ കാന്തിക ശക്തി കൂടുതലും അകന്നു പോകുന്തോറും കാന്തിക ശക്തി കുറവുമായിരിക്കും. കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയെ കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നു. എന്താണ് കാന്തിക മണ്ഡലം? കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയാണ് കാന്തിക മണ്ഡലം. എല്ലാ കാന്തങ്ങൾക്കും ആകർഷണ ശക്തി ഒരുപോലെയല്ല. യു കാന്തങ്ങളുടെ 2 ധ്രുവങ്ങളും ഒരേ ദിശയിലേക്കാണ്. അതുകൊണ്ട് യു കാന്തങ്ങൾ മറ്റു കാന്തങ്ങളെക്കാൾ ശക്തമാണ്. എല്ലാവരും ക്ലാസ് കണ്ട ശേഷം നോട്ട്സ് എഴുതിയെടുത്ത് പഠിക്കുക. ക്ലാസ്സുകൾ കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്